Hello students. അപ്പോൾ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഹൈപ്പർബോളിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാഫൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം നോക്കുക. ഗ്രാഫൊന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. നിങ്ങൾ ഫോർമുലാസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ ഫസ്റ്റ് വരുന്നത് കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ln എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സൈൻ എച്ച് ഇൻവേഴ്സ് ഈക്വൽ ടു ln എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 വേർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. Similarly, tan h inverse x equal to half of ln 1 plus x divided by 1 minus x whenever mod x less than 1. അതുപോലെ തന്നെ നമുക്ക് sec h inverse x ഉം cosec h inverse x ഉം cot h inverse x ഉം അങ്ങനെ എല്ലാ ഇൻവേഴ്സ് ഫംഗ്ഷൻസും ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ എല്ലാ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം, ഇഫ് എക്സ് ഈസ് റിയൽ ഷോ ദാറ്റ് സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എക്സ് ഒരു റിയൽ വാല്യൂ ആണ് എങ്കിൽ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ ഇതാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സെയിം ഫോർമുലയിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന്റെ വെരിഫിക്കേഷൻ ആണ് പ്രോബ്ലം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ നാച്ചുറൽ ലോഗാണ്, ഇവിടെ ലോഗാണ് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ദിസ് വാല്യൂ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇപ്പുറത്തേക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ സൈൻ എച്ച് കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ കോമ്പോസിഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ വി ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് വൈ. സൈൻ എച്ച് വൈയുടെ ഡെഫിനീഷൻ നമുക്കറിയാം അല്ലേ. അപ്പൊ സൈൻ എച്ച് വൈയുടെ ഡെഫിനീഷൻ അവിടെ കൊടുക്കുക. എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഹാവ് 2x ഈക്വൽ ടു ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈനെ 1 ബൈ ഇ റേസ് ടു വൈ എഴുതാം. ദെൻ ഈ ഇ റേസ് ടു വൈ എൽ സി ആയിട്ട് എടുക്കുക. ഈ ഇ റേസ് ടു വൈ ഇവിടെ എൽ സി ആയിട്ട് എടുത്ത് ഇവിടെ ഇ റേസ് ടു 2y മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു വൈ എന്ന് വരും. എന്നിട്ട് ആ ഇ റേസ് ടു വൈനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അത് രണ്ടും ചെയ്ത ശേഷമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2x ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2y മൈനസ് 1. അപ്പൊ ഇതൊരു ഇക്വേഷന്റെ ഫോമില ആയി അല്ലേ. ഇ റേസ് ടു വൈയിലുള്ള ഒരു ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്. നോക്കി നോക്കിയേ, ഇ റേസ് ടു 2y ഈ ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ മൈനസ് 2x ഇ റേസ് ടു വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. നോക്കൂ, ഇത് നമുക്ക് ഇ റേസ് ടു വൈയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വ്യൂ ചെയ്യാം. ഈ നമുക്കിപ്പോ എക്സ് സ്ക്വയർ മൈനസ് 2ab ഇൻറ്റു എക്സ് മൈനസ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 ആ ഫോമില് എക്സിന്റെ പ്ലേസിൽ ഇ റേസ് ടു വൈ ആണ് എന്നുള്ളതൊന്ന് അസ്യൂം ചെയ്ത് നോക്കിയാൽ ഈ ഇക്വേഷൻ നമുക്ക് ഇ റേസ് ടു വൈ ഹോൾ സ്ക്വയർ മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു വൈ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ ഇത് ഇ റേസ് ടു വൈ എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഇ റേസ് ടു വൈയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇ റേസ് ടു വൈയുടെ വാല്യൂ കിട്ടും. സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് ഇ റേസ് ടു വൈ കാൽക്കുലേറ്റ് ചെയ്യാം സോൾവ് ചെയ്ത്. ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് കിട്ടുക. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ഇതിനെ സോൾവ് ചെയ്തെടുക്കുക. ക്യാൻസലേഷൻ ഒക്കെ കഴിഞ്ഞ് ഡിവൈഡ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഫോമുല വെച്ചിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത് ചെയ്ത് നോക്കുക. അപ്പൊ നോട്ട് എഴുതുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുക. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ചെറുതാണ്, എക്സ് ചെറുതും ഈ വാല്യൂ വലുതുമാണ്. സോ എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ ഓൾവേസ് പോസിറ്റീവ് ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വാല്യൂ വരുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനൊരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത്. അതിൽ എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇപ്പോൾ നെഗറ്റീവ് ആണ് എന്നുള്ളത് ക്ലിയർ ആയി. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരിക്കലും വാല്യൂ ആയിട്ട് വരില്ല, ഇ റേസ് ടു വൈന്റെ വാല്യൂ ആയിട്ട് വരില്ല. അപ്പൊ നമുക്ക് അതിനെ റൂൾ ഔട്ട് ചെയ്യാം. അതിനെ നമുക്ക്
ഒഴിവാക്കാം. അപ്പൊ പിന്നെ എന്താ പോസിബിലിറ്റി ഉള്ളത്? ഇ റേസ് ടു വൈയുടെ വാല്യൂവിന് ഈ രണ്ട് വാല്യൂവിൽ ഒരു വാല്യൂ ഇ റേസ് ടു വൈന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 മാത്രമാണ് അതിന്റെ ഒരേ ഒരു പോസിബിലിറ്റി. മറ്റേ വാല്യൂ അതിന് എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി നമുക്ക് ഇതിൽ നിന്ന് വൈ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? വൈ ആണ് നമുക്ക് ആവശ്യമുള്ളത്. വൈനെയാണ് നമ്മൾ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വൈ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോഗരിതവും അതുപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഒന്നൊന്നിന് ഇൻവേഴ്സ് ആണെന്ന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും നമ്മൾ ചെയ്യാറുള്ള പോലെ ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിന്റെ ഇൻവേഴ്സ് ആണ്, ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് മറ്റേ ഫംഗ്ഷൻ. അപ്പൊ രണ്ടും കൂടെ സോൾവ് ചെയ്ത് പോയിട്ട് അവിടെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ രണ്ടും കൂടെ സോൾവ് ചെയ്ത് അവിടെ പോവും. ബാക്കി അവിടെ എന്താണോ വാരിയബിൾ ഉള്ളത് അത് മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും പോലെ തന്നെയാണ് ലോഗരിതമിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വൈ കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള കാര്യം രണ്ട് സൈഡിലും ലോഗരിതം എടുക്കാം. അപ്പൊ രണ്ട് സൈഡിലും ലോഗരിതമിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ലോഗരിതം എക്സ്പോണൻഷ്യലും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് വൈ മാത്രം കിട്ടും. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി എന്താ നമ്മുടെ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ആണ്. സോ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 പറയാനായിട്ട് പറ്റും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കോസ് എച്ച് ഇൻവേഴ്സ് എക്സിന്റെ ആയിരുന്നു. കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഈ പറഞ്ഞ കണക്കിന് എന്തായിരുന്നു വാല്യൂ വന്നത്? ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ ഇതേപോലെ തന്നെ അങ്ങനെ പ്രൊസീഡ് ചെയ്യുക. കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ എന്നെടുക്കുക. തിരിച്ച് രണ്ട് സൈഡിലും കോസ് എച്ച് എന്നുള്ള ഫംഗ്ഷനിലേക്ക് കോസ് എച്ച് ഇൻവേഴ്സിനെ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ എക്സ് ഈക്വൽ ടു, ശരിക്കും ഇത് കോമ്പോസിഷൻ ഫംഗ്ഷൻ എടുക്കുന്നതാണ് കേട്ടോ. തൽക്കാലം നിങ്ങളിങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. എക്സ് ഈക്വൽ ടു കോസ് എച്ച് വൈ കിട്ടും. ഇനി അതിൽ നിന്ന് കോസ് എച്ച് വൈയുടെ ഡെഫിനേഷൻ എഴുതുക. സെയിം അതുപോലെ തന്നെ ഇപ്പൊ ആ മുൻപത്തെ പ്രോബ്ലം തന്നെ പ്രൊസീഡ് ചെയ്യുക കേട്ടോ. ഇങ്ങോട്ട് 2 ഇങ്ങോട്ട് എടുക്കുക. ഇ റേസ് ടു വൈയിലുള്ള, അപ്പൊ ഞാനത് പറഞ്ഞു പോവാണ്. ഇ റേസ് ടു വൈയിലുള്ള ക്വാഡ്രാറ്റിക് ആക്കി എഴുതുക. ഇ റേസ് ടു വൈനെ നമ്മുടെ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുന്ന മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് ഇ റേസ് ടു വൈനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇ റേസ് ടു വൈനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു വൈക്ക് രണ്ട് പോസിബിലിറ്റിയാണ്. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. ഇനി അതിൽ നമുക്ക് നോക്കി ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1ഉം പിന്നെ എക്സും ആണ്. അപ്പൊ ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇതെന്തായാലും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. പിന്നെയുള്ളത് ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 വേണമെങ്കിൽ അതിനെ എഴുതാം. ഇതിന്റെ എന്താ കോൺട്രാ പോസിറ്റീവ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഫോമിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നത്. അതായത് എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലേ, ഇതിനെ നമ്മൾ മുകളിലും താഴെയും എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിലും എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഇൻ ഇഫക്റ്റിൽ 1 ആയതുകൊണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞു തരണ പോലെ എഴുതുക. ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ന്യൂമറേറ്ററിലും എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പൊ ഡിനോമിനേറ്ററിൽ ആകെ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആവും. ന്യൂമറേറ്ററിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമാ. അപ്പൊ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 വരും. എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഇടേണ്ടി വരും, അവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 വരും. അപ്പൊ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടെ 1 ആണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഇവിടെ 1/x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 കിട്ടുന്നത്. പിന്നെ ഒട്ട് എഴുതുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് പോസിബിലിറ്റി ആണ് നമുക്ക് അപ്പൊ ഈ റേസ് ടു വൈക്ക് നമുക്ക് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം 1/x പ്ലസ് ഇത് നമുക്ക് ഡൗട്ടാണ് നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും എന്ന്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഈ ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതിയത്. പക്ഷേ ഇത് നമുക്ക് ക്ലിയർ ആണ്, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. 1/x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് ഇത് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ 1/this വാല്യൂ ഇസ് ഓൾസോ പോസിറ്റീവ്. അപ്പൊ നമുക്കിവിടെ 2 വാല്യൂം അഡ്മിസിബിൾ ആണ്. 2 വാല്യൂ നമ്മൾ എടുക്കേണ്ടതായിട്ട് തന്നെ വരും. രണ്ടും പോസിറ്റീവ് ആണ്. ഈ റേസ് ടു വൈക്ക് രണ്ടും അസ്യൂം ചെയ്യാൻ പറ്റും, കാരണം ഈ റേസ് ടു വൈ പോസിറ്റീവ് വാല്യൂ ആയിരിക്കുന്നത് മാത്രമേ റെസ്ട്രിക്ഷൻ വരുന്നുള്ളൂ. അപ്പൊ ഇതും എടുക്കാം. ഇനി ഇതിൽ നിന്ന് 2ൽ നിന്നും അപ്പൊ നമുക്ക് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 2ലും
രണ്ടിൻ്റെയും LHSലും RHSലും ലോഗരിതമിക് ഫംഗ്ഷൻ, രണ്ട് ഇക്വേഷൻ്റെയും LHSലും RHSലും ലോഗരിതമിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് വണ്ണിൽ നിന്ന് y is equal to log x plus root of x square minus 1 എന്ന് കിട്ടും. സെക്കൻഡ് വണ്ണിൽ നിന്ന് y is equal to log of 1 by x plus root of x square minus 1 എന്ന് കിട്ടും. അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് log a by b നെ log a minus log b എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ എഴുതണം. log a by b is equal to log a minus log b ആണ്. അപ്പോൾ ദാറ്റ് is equal to log 1 minus log x plus root of x square minus 1. log 1 എന്താ 0 ആണ്, അത് 0 ആയിട്ട് പോയി. അപ്പോൾ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എഴുതണം കേട്ടോ, നല്ലത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ മൈനസ് log x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് പ്ലസ് log x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1, ഒന്ന് മൈനസ് log x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ the positive value of the right hand side is 1 always taken as cosec inverse function is cosec inverse x is a function from 1 to infinity on to 0 to infinity. അപ്പോൾ cosec inverse ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത അത് 0 to infinity ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. 1 to infinity അതിൻ്റെ ഡൊമൈനും 0 to infinity അതിൻ്റെ റേഞ്ചുമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ നെഗറ്റീവ് വാല്യൂസ് cosec inverse എക്സിനെ അസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെഗറ്റീവ് വാല്യൂവിനെ ഒഴിവാക്കും. ബാക്കി ഈ പോസിറ്റീവ് വാല്യൂ log x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 മാത്രമേ അവിടെ വരുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഓരോ കേസിലും റൂൾ ഔട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചോളൂ. പല സ്ഥലത്താണ് പലതിലും റൂൾ ഔട്ട് ചെയ്ത് കളയുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് കോസെക് ഇൻവേഴ്സിൻ്റെ റേഞ്ച് ഇതായതുകൊണ്ട് ഇതിൽ നെഗറ്റീവ് വാല്യൂസ് വരില്ല, അതുകൊണ്ടാണ് ഇതിനെ ഒഴിവാക്കി വിട്ടത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. അടുത്തത് tan h ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ tan h ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/2 log 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്നുള്ളത് കിട്ടണം. സെയിം തന്നെ പ്രൊസീഡ് ചെയ്യാം. tan h ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y കൊടുക്കുക. ഫ്രം ദാറ്റ് എക്സ് ഈക്വൽ ടു tan h y ദാറ്റ്സ് ഈക്വൽ ടു sin h y ബൈ cos h y. ഇത് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് e റേസ് ടു y മൈനസ് e റേസ് ടു മൈനസ് y ഡിവൈഡഡ് ബൈ e റേസ് ടു y പ്ലസ് e റേസ് ടു മൈനസ് y എന്ന് വരും. അപ്പോൾ എക്സ് ഇതാണ് എങ്കിൽ 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണിത്. ആദ്യം നമ്മൾ 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഓർത്തിരിക്കേണ്ടി വരും കേട്ടോ, എഴുതി പഠിച്ചാലാണ് ഇത് ഓർമ്മ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും പ്രൂഫ് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ എക്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 1 പ്ലസ് എക്സിൻ്റെ പ്ലേസിൽ ഈ വാല്യൂ കംപ്ലീറ്റ് എഴുതുക. അതുപോലെ 1 മൈനസ് എക്സിൻ്റെ പ്ലേസിൽ ഈ വാല്യൂ കംപ്ലീറ്റ് എഴുതാം. ഇനി നോക്കിയേ, ഇവിടെ എൽ സി എടുക്കുക, ഇവിടെ എൽ സി എടുക്കുക. അപ്പോൾ ഇവിടെ എൽ സി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e റേസ് ടു y പ്ലസ് e റേസ് ടു മൈനസ് y തന്നെ, പ്ലസ് ഇവിടെ നമുക്ക് e റേസ് ടു y മൈനസ് e റേസ് ടു മൈനസ് y. ഡിനോമിനേറ്ററിൽ എൽ സി എടുക്കുമ്പോൾ ഇവിടെയും 1 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e റേസ് ടു y പ്ലസ് e റേസ് ടു മൈനസ് y മൈനസ് ഇവിടെ ബാക്കിയുള്ളത് e റേസ് ടു y മൈനസ് e റേസ് ടു മൈനസ് y. അപ്പോൾ ഇതിൻ്റെയും ഡിനോമിനേറ്ററിൽ e റേസ് ടു y പ്ലസ് e റേസ് ടു മൈനസ് y ഉണ്ടാവും. ഇതിൻ്റെയും ഡിനോമിനേറ്ററിൽ നിങ്ങൾ ചെയ്യണം, ആ സ്റ്റെപ്പ് കൂടെ ഒഴിവാക്കിയിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്യണം. ഇവിടെയും ഡിനോമിനേറ്ററിൽ e റേസ് ടു y പ്ലസ് e റേസ് ടു മൈനസ് y ഉണ്ടാവും. എന്നിട്ട് ഇവിടെയുള്ളതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിലുള്ളതും ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലേക്കും വരും. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ആ ഇടയിലൊരു സ്റ്റെപ്പ് ഉള്ളത് നിങ്ങൾ ചെയ്യണം. അതിനാണ് ഞാനത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി ഇത് നോക്കി, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 e റേസ് ടു y, ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 e റേസ് ടു മൈനസ് y. e റേസ് ടു വൈയും e റേസ് ടു മൈനസ് y മുകളിലേക്ക് കയറുമ്പോൾ അത് ഒരു e റേസ് ടു വൈയും കൂടിയാവും. e റേസ് ടു മൈനസ് y മുകളിലേക്ക് വരുമ്പോൾ e റേസ് ടു y അല്ലേ ആവാം. ഈ 2 ക്യാൻസൽ ചെയ്യും, e റേസ് ടു y ഇൻറ്റു e റേസ് ടു y e റേസ് ടു 2y എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ലോഗരിതം എടുത്തിട്ടുണ്ടെങ്കിൽ log 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ഈക്വൽ ടു 2y എന്ന് കിട്ടും. ലോഗും ഇയും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ പിന്നെ ബാക്കി 2y മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2y എന്ന് കിട്ടും. ഫ്രം ദാറ്റ് y ഈസ് ഈക്വൽ ടു 1/2 log 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. y എന്താ? tan h ഇൻവേഴ്സ് എക്സ്. അപ്പോൾ tan h ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/2 log 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. സിമ്പിളാണ്, പക്ഷെ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സീക്കിൻ്റെയും കൊസീക്കിൻ്റെയും കോട്ടിൻ്റെയും ഒക്കെ ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫോർമുലാസ് നമുക്ക് കിട്ടും. ഓക്കെ.